എനിക്ക് തിരിച്ചടയ്ക്കാത്ത ലോൺ വല്ലതും ആണെങ്കിൽ ഞാൻ നോക്കാം. തൽക്കാലം നിങ്ങൾ വെച്ചേരാം കേട്ടോ. ലോണ് തരാൻ കുറേ ആ ചീരത്തോട്ടത്തിൽ ചെന്ന് കിടന്ന് വെയിലും മഴയും കൊണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു. അവൻ ഈ രോഗവും വരുത്തി കൊണ്ട് ആശുപത്രി പോയി കിടക്കട്ടെ. പഠിച്ചിരുന്ന കാലത്ത് എങ്ങനെ പഠിച്ചിരുന്ന ഒരു ചെറുക്കനാണ് എൻ്റെ ദൈവമേ. അന്നവൻ നല്ലതുപോലെ പഠിച്ചിരുന്നെങ്കിൽ ഇന്നൊരു ഡോക്ടറായവൻ. ആരെ കാര്യമാണ് പറയണത്? എൻ്റെ ഗിരിരാജൻ്റെ കാര്യം. ഡോക്ടറാ? ആ ഇത് അല്ല ഇപ്പോഴും ഡോക്ടർ തന്നെയല്ലേ, ചീരയുടെ ഡോക്ടറാണെന്നുള്ളതേ ഉള്ളൂ. എടാ റൊണാൾഡോ, നീ പോണെങ്കിൽ ഒന്നിങ്ങോട്ട് പോ. പിള്ളേരപ്പുറത്ത് എപ്പോഴേ റെഡിയായി നിൽക്കുന്നറിയാം. എവിടെയാണ്? ചീരത്തോട്ടത്തില് ഒരു കാവലാളായി. അമ്മാവൻ ആശുപത്രി കിടക്കുമ്പോഴും ഒരേ ടെൻഷൻ. മടായി വെള്ളം വന്ന് നിന്നോ, മട്ടി വിട്ടോ, തമിഴ്നാട്ടിൽ നിന്ന് ആള് വരുമ്പോ അധികം ചീര പറിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞു. ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടില്ല. നമ്മളെ ചെയ്യാവുന്ന സഹായം ചെയ്യാന്ന് കരുതി. പിള്ളേരും വരുന്നുണ്ട്. പിള്ളേരും ഉണ്ട്. ഇതിപ്പോ വെറും സേവനമാണോ അതോ അല്ല ഒതുക്കിയിട്ടുണ്ടോ? എന്തൊരു വർത്താനം വെച്ചു. അങ്ങനെ എന്തോരം എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ഞാൻ പൈസ മേടിക്കാനോ വണ്ടിക്കൂലിക്ക് 500 വന്നു. 500? 500 ഉള്ള വേറെ ഒന്നുമില്ല. പിന്നെ ചെലവിൽ 500 ഇടുന്നു. 500 തീരുവോ? പിന്നെ 1000 രൂപ കടം ചോദിച്ചിട്ടുണ്ട്. 2000 പോയി അമ്മാവൻ്റെ. അവിടെ ഒരു തച്ചുകൂലി അത് എത്ര തന്നെ നിനക്ക് ഇതൊക്കെയാണോ നല്ലത്? മറ്റേ സെക്യൂരിറ്റിക്കാരൻ്റെ സംഭവം ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ ഇനി പ്ലേറ്റ് ഇട്ടാൽ തന്നെ അയാൾക്കത് പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ശേഷിക്കറവൊക്കെ ഉണ്ടാവും. കേസിലും എല്ലാം പോവും. പിന്നെ പോവാതിരിക്കുമോ? അതിപ്പോൾ ഞാനത് അവനെ ഒരു രീതിയിൽ അവനടുത്ത് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരു മാപ്പ് എവളങ്ങ് പറഞ്ഞാൽ തീർന്നേനെ. പക്ഷെ പറയൂല, മാപ്പ് പറയൂല പോലും. മാപ്പ് പറയാനാ? ഞാൻ പോലീസുകാരൻ്റെ ഭാര്യ, എൻ്റെ മോൻ പോലീസുകാരൻ, എൻ്റെ മോള് മെമ്പർ. ഞങ്ങളുടെ മാപ്പ് പറയണമെന്നാ? ഈ മാപ്പെന്ന് പറയുന്നതേ ഞങ്ങളുടെ നിഘണ്ടുവിൽ ഇല്ല. ഞങ്ങൾ മാപ്പ് പറയുന്നില്ല. പറയണ്ട, പറഞ്ഞത് അനുഭവിച്ചാൽ മതി എല്ലാരും കൂടെ. എന്റെ അമ്മേ, ഇവിടുത്തെ പ്രമുഖൻ കുറേ ശ്രമിച്ചു എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ. അവിടെ ഇരിക്കുള്ളൂ. ഈ മറ്റേ ഇവിടത്തെ തമ്പുരാട്ടിയൊന്നും അല്ല ഈ പാങ്ങോട് പ്രദേശത്തെ. അല്ല, അങ്ങനെ നിന്റെ ഉള്ളിൽ ഞാൻ ഇവിടുത്തെ മെമ്പറാ, പഞ്ചായത്ത് മെമ്പർ. ഭയങ്കര മെമ്പർ. ഇതേ DDT പാർട്ടിക്ക് മെമ്പർ കിട്ടാത്തതിന്റെ വിഷമം. കാണാൻ നീ നോക്കിക്കോ. ഞാൻ അവരത്തന്നെ കാല് പിടിച്ചവരോട് നിനക്കൊന്നും രാഷ്ട്രീയം അറിഞ്ഞൂടാ. കാണാം. പിന്നെ ഞങ്ങള് പോയിട്ട് വരട്ടെ. പോയിട്ട് വാ. കുടയൊക്കെ എടുത്ത് മഴ കയറുന്നുണ്ട് കേട്ടോ. എന്ത്? ഒന്നുമില്ല. വരുമ്പോഴേ അമ്മയും മോളും കൂടെ അങ്ങ് അനുഭവിച്ചാൽ മതി. എന്തെങ്കിലും എന്റെ പേരിൽ വരുമ്പോ ഞങ്ങൾ അങ്ങ് അനുഭവിച്ചോളാം. നിങ്ങൾ എന്നെ അനുഭവിക്കാനുള്ളത്, വേറെ ആരും അനുഭവിക്കൂല. അങ്ങനെ പേടിച്ചാലൊന്നും പേടിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. പേടിപ്പിച്ചാ പേടിക്കണതൊക്കെ നിങ്ങളല്ലേ ഭരണം നിങ്ങളെ കയ്യിലാണല്ലോ. ഒരു പേടിപ്പിക്കല്. മാപ്പ് പറയാൻ നടക്കുന്നത്. ഞാൻ എന്തിനാ മാപ്പ് പറയുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾ എവിടെയെങ്കിലും തന്നെ പോയി വീണതിന് ഞാനാണോ കുറ്റക്കാരി? കാര്യങ്ങൾ സംസാരിച്ചു, അത്രേ ഉള്ളൂ.